തൃപ്പൂണിത്തുറ ഏരൂരിൽ മക്കൾ ഉപേക്ഷിച്ച കിടപ്പ് രോഗിയായ വയോധികനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ടത്. ഷൺമുഖൻ എന്ന ആളെയാണ് മകൻ അജിത്തും കുടുംബവും വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മുങ്ങിയത്. അജിത്തിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് തൃപ്പൂണിത്തുറ നഗരസഭാ വൈസ് ചെയർമാൻ കെ പ്രദീപ് കുമാർ പറഞ്ഞു. ഇപ്പം നമ്മൾ ആലോചിച്ചിട്ടുള്ള ഇപ്പോൾ താലൂക്ക് ആശുപത്രിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് ബന്ധപ്പെട്ട് അവർ അടിയന്തരമായിട്ട് ടീം എത്തും. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും പരിചരണം കൊടുക്കുകയും ചെയ്യാനുള്ള സംവിധാനം. പിന്നെ ഈ ഉപേക്ഷിച്ച് പോയത് സംബന്ധിച്ചുള്ള പരാതിയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. വാർഡ് കൗൺസിലർ എന്ന നിലയിലേക്ക് ഞാൻ തന്നെ പരാതി കൊടുക്കും. ഇവിടെ അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ മകനും മരുമകളും ഉണ്ട്. അവർ മരുമകളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഇയാൾ ഡ്രൈവറാണ്. ജോലിക്ക് ആവശ്യത്തിനാണ് പോയതാണോ ഇനി അച്ഛനെ ഉപേക്ഷിച്ച് പോയതാണോ? ഉപേക്ഷിച്ച് പോയതായിരിക്കും. കാരണം ഇവിടെ അടുക്കളയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സാധനം അടുക്കളയിലും മറ്റു ഒന്നുമില്ല. എല്ലാവരും അവർ എടുത്തിട്ട് പോയതാണ്. അച്ഛനെ മാത്രം ഇട്ടിട്ട് പോയത്. നമ്മൾ ആദ്യം കൗൺസിലറുടെ പരാതിയിൽ കേസെടുക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാംകുമാർ, ഷൺമുഖനെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? ഈ മകൻ അജിത്ത് എവിടെയാണ്? വേണു, ഏറ്റവും ആദ്യം പങ്കുവെക്കാനുള്ള വാർത്ത ഷൺമുഖനെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. പാലിയേറ്റീവ് പ്രവർത്തകർ എത്തി. നമ്മൾ രാവിലെ വാർത്ത സംപ്രേഷണം ചെയ്തതിന് ശേഷം പിന്നീട് നടപടികളെല്ലാം വളരെ വേഗത്തിലായിരുന്നു. ജനപ്രതിനിധികൾ ഇടപെട്ടു, പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ അംഗങ്ങൾ എത്തി, തുടർന്ന് ആംബുലൻസ് എത്തി. ഇപ്പോൾ ഷൺമുഖനെ സ്ട്രക്ചറിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അല്പസമയത്തിനകം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. നേരത്തെ നമ്മളോട് നഗരസഭ വൈസ് ചെയർമാൻ പറഞ്ഞിരുന്നു. നഗരസഭ വൈസ് ചെയർമാൻ അവിടെ പറയുകയും അവിടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തു. 2-3 ദിവസമായി അദ്ദേഹത്തിന്റെ യൂറിനൽ ബാഗ് ഉൾപ്പെടെ മാറ്റിയിട്ട് ഏതായാലും പാലിയേറ്റീവ് പ്രവർത്തകർ എത്തി. അങ്ങനെ അദ്ദേഹത്തെ വൃത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഏറ്റവും ആശ്വാസകരമായ വാർത്ത, 24 മണിക്കൂറുകൾക്കകം 24 മണിക്കൂർ അച്ഛനെ പട്ടിണിക്കിട്ട മകൻ വീട്ട് കൂട്ടി മക്കളെയും ഭാര്യയും കൂട്ടി സ്ഥലം വിട്ട സംഭവത്തിലാണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കിടപ്പ് രോഗിയായ ഷൺമുഖൻ പട്ടിണി കിടക്കുകയായിരുന്നു. അയൽക്കാർക്ക് അറിഞ്ഞാണ് ഇന്നലെ രാത്രി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തത്. ഈ വീട്ടിൽ ഇദ്ദേഹം ഉണ്ട് എന്ന് പോലും അവർക്കറിയില്ലായിരുന്നു എന്നാണ് വീട്ടുടമസ്ഥർ ഉൾപ്പെടെ പറഞ്ഞത്. ഏതായാലും പോലീസ് ഇന്നലെ രാത്രി എത്തിയിരുന്നു. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരും എത്തി. നേരത്തെ നമ്മളോട് തൃപ്പൂണിത്തുറ SI സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാന കാര്യം അതിൽ കേസെടുക്കുമെന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം, ഷൺമുഖനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങൾക്ക് പരിഹാരമാകുന്നു, മോചനമാകുന്നു. ഏതായാലും നമ്മുടെ വാർത്തയിലുണ്ടായ ആ ഇടപെടൽ ഷൺമുഖന് ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പുനർജന്മം. അദ്ദേഹത്തെ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടപോലെയല്ല വൃത്തിയാക്കി ഒരു കുറിയൊക്കെ തൊടിയിച്ച് അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ നമ്മൾ എത്തുമ്പോൾ മൂത്രമൊക്കെ നാറുന്ന രീതിയിൽ കുറെ ബുദ്ധിമുട്ടി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ആ ഇടപെടലുകൾക്കൊക്കെ വലിയ ഫലം കണ്ടിരിക്കുന്നു. ഒടുവിൽ ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിന്റെയും ഒക്കെ കൂട്ടായ ഇടപെടലിലൂടെ ഷൺമുഖൻ ഒരു പുതുജീവിതത്തിലേക്ക് പോവുകയാണ്. നിയമ നടപടികൾ തുടരും. വൈസ് ചെയർമാന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുമെന്ന് SI തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ മകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പല ഉത്തരങ്ങളാണ് നൽകിയത്. വാഗമണ്ണിലാണെന്നും മറ്റു സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലാണെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ 2 പെൺമക്കളും ഒരു മകനുമുള്ള ആ അച്ഛനെ അവർക്ക് വേണ്ട എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട്ടു സാധനങ്ങൾ എടുക്കാൻ മറന്നില്ല, പകരം അച്ഛനെ മറന്നു. വീട്ടിൽ ഉപേക്ഷിച്ച് പോയി. അതും വീട്ടുടമയോട് പോലും പറയാതെ ആ ഒരു മുറിയിൽ ആ അച്ഛനെ ഉപേക്ഷിച്ച് പോയി. കിടപ്പ് രോഗിയായ മറ്റൊരാളുടെ ആശ്രയമില്ലാതെ മുന്നോട്ട് ചലിക്കാൻ പോലും കഴിയാത്ത ആ ഒരു 70 വയസ്സുകാരനെയാണ് ആ മകൻ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയത്. ഏതായാലും അയാൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകും. ആ നിയമ നടപടിക്ക് നേതൃത്വം നൽകുമെന്ന് വൈസ് ചെയർമാൻ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഷൺമുഖൻ പൊതുജീവിതത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങൾക്ക് അവസാനം ആവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അച്ഛനെ വേണ്ട എന്നുള്ളത് മക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിന് ആ ഒരു ദുരിതത്തിന് പരിഹാരമാകുന്നു. ഷൺമുഖനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 24 മണിക്കൂറാണ് അദ്ദേഹത്തിന് ഇവിടെ ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാതെ കിടക്കേണ്ടി വന്നത്. വൈകുന്നേരം ആ വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ അതിജീവനകഥ ആയിരിക്കില്ല ഒരുപക്ഷെ നമുക്ക് സംരക്ഷണം ചെയ്യേണ്ടി വരികയായിരുന്നത്. ഏതായാലും ആ ഒരു ദുരിതത്തിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നു ഷൺമുഖന്. ഏതായാലും നാട്ടുകാരുടെയും മറ്റും ക്രിയാത്മകമായ ഇടപെടൽ, ജനപ്രതിനിധികളുടെ ഇടപെടൽ, പോലീസിന്റെ ഇടപെടൽ, അങ്ങനെ ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ, അങ്ങനെ മക്കൾ ഉപേക്ഷിച്ച ആ 70-കാരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തെ വേണ്ട ചികിത്സാ ക്രമീകരണങ്ങളൊക്കെ ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. നിയമ നടപടികളുമായി പോലീസും കൂടെയുണ്ട്. മകനെതിരെ കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആ ആംബുലൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക്
ആശുപത്രിയിലേക്ക് പോവുകയാണ്. മറ്റു ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച മക്കൾ ഇനി തിരിച്ചു വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുമോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് പ്രാദേശിക ഭരണകൂടം ഉൾപ്പെടെ ഇടപെടൽ നടത്തിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഇനി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് ആശുപത്രിയിലെത്തിയുള്ള പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകുകയുള്ളൂ. കാരണം 2 ദിവസമാണ് ഒരു കിടപ്പ് രോഗി ആ ഡയപ്പറും യൂറിനൽ ബാഗും ഒന്നും മാറ്റാതെ കിടക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന് രാവിലെ ഇവിടെ എത്തിയ ശേഷം ഭക്ഷണം കൊടുക്കുന്നത് ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർ ചെയ്തിരുന്നു. ഇന്നലെ ഇവിടെ കഞ്ഞി ഉൾപ്പെടെ രാത്രി പോലീസും എത്തി നൽകിയിരുന്നു. അതിനുശേഷമാണ് പോലീസ് മടങ്ങിയത്. ഏതായാലും വലിയൊരു സന്തോഷകരമായ വാർത്ത പങ്കുവെക്കുന്നു. നമ്മൾ രാവിലെ പുറത്ത് വിട്ട ആ വാർത്ത, ഷൺമുഖനെ മക്കൾ ഉപേക്ഷിച്ച് പോയ ആ വൃദ്ധനെ വാടക വീട്ടിൽ അച്ഛനെ ഇട്ട ശേഷം വീട്ടു സാധനങ്ങളുമായി മുങ്ങിയ ആ മകൻ ഇത് ഒരുപക്ഷെ കാണുന്നുണ്ടാകും. ഏതായാലും ആ അച്ഛനെ ഇപ്പോൾ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നാട്ടുകാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ ഇടപെടൽ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏതായാലും ആ അച്ഛൻ ഇപ്പോൾ പുതുജീവിതത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നീങ്ങുന്നത്. ഏതായാലും വലിയൊരു ഇടപെടലിലൂടെ ആ മനുഷ്യന് പുതുജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ഏതായാലും ഷൺമുഖൻ പുതുജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരുപക്ഷെ ഇനി മകനെതിരായിട്ടുള്ള നിയമ നടപടികൾ തുടരുമെന്നുള്ളത് തന്നെയാണ് പോലീസ് ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. ആ ആംബുലൻസാണ് വേണു ആ ആംബുലൻസാണ് ഇവിടെ നിന്ന് പോകുന്നത്. പോലീസ് അകമ്പടിയോട് കൂടിയിട്ടാണ് ആ ആംബുലൻസ് ഇവിടെ നിന്ന് പോകുന്നത്. ഏതായാലും ഷൺമുഖൻ പുതുജീവിതത്തിലേക്ക് വരട്ടെ. മക്കൾ ഉപേക്ഷിച്ചു പോയ ആ വൃദ്ധനെ ഏറ്റെടുക്കാൻ ഇനി മക്കൾ തയ്യാറാകുമോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹം പുതുജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ രാവിലെ മുതൽ സംപ്രേഷണം ചെയ്ത ആ വാർത്തയ്ക്ക് ഒരു വലിയ ഫലം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വേണു, ശ്യാമ, ഈ അജിത്ത് ആണ് അച്ഛനെ ഇതുവരെ നോക്കിയിരുന്നത്. ഇപ്പോൾ അജിത്തും കുടുംബവും അവിടെ നിന്ന് പോയി. പക്ഷേ 2 പെൺമക്കളുണ്ടല്ലോ, അവരുടെ നിലപാട് എന്താണ്? അത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? രാവിലെ SI സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 പെൺമക്കളും പലതവണ ഇവിടെ കാണാൻ വന്നപ്പോൾ ആ മകൻ വീട് പൂട്ടിയിട്ട് കാണിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. പിന്നീട് പക്ഷേ അവർക്ക് വിവാഹിതരായി പോയതിനാൽ ആ വീട്ടിൽ കൊണ്ടുപോയി ഈ അച്ഛനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. മകൻ്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അയാൾക്കും പെൺമക്കൾ കൊണ്ടുപോയി സംരക്ഷിക്കണമെന്നുള്ളതാണ് ആവശ്യം. ഏതായാലും മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് പന്താടിയ ആ വൃദ്ധനെ ഒടുവിൽ മകൻ ആരെങ്കിലും നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ വീട്ടുടമയോട് പോലും കാര്യം പറയാതെ ഇവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. വീട്ടു സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അയാൾക്കും 2 മക്കളും ഭാര്യയും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ സുരക്ഷിതരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അപ്പോഴും ആ വീട്ടു സാധനം കൊണ്ടുപോകുന്ന വില പോലും ആ അച്ഛന് നൽകിയില്ല എന്നുള്ളതാണ്. അയാളെ ആ മുറിയിലിട്ട് ആരോടും പറയാതെ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ 24 മണിക്കൂറാണ് ഇവിടെ ഒരു വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടാതെ അദ്ദേഹം ഇവിടെ കിടക്കേണ്ടി വന്നത്. ആ വീട് വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുടമസ്ഥൻ നടത്തിയ പരിശോധനയിലാണ് ഷൺമുഖനകത്ത് കിടക്കുന്നത് കാണുന്നതും പിന്നീട് നമ്മളെ ഈ വിവരം അറിയിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ വാർത്ത ഇടപെടലുണ്ടായ ശേഷം പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ എത്തുന്നു, പോലീസ് എത്തുന്നു, ആരോഗ്യ പ്രവർത്തകർ എത്തുന്നു, അദ്ദേഹത്തെ വൃത്തിയാക്കുന്നു, ഒടുവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. പക്ഷേ വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്ത, വാടക വീട്ടിൽ സ്വന്തം അച്ഛനെ, കിടപ്പ് രോഗിയായ മറ്റൊരാളോട് സംസാരിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടുള്ള ആ മനുഷ്യനെ, 70 വയസ്സിലേറെ പ്രായമുള്ള ആ മനുഷ്യനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ മകൻ അജിത്ത്. ആ അജിത്തിനെ പോലീസ് ബന്ധപ്പെടുമ്പോഴും വേളാങ്കണ്ണിയിലാണ് ഒന്ന് ആദ്യം പറയുന്നു, പിന്നീട് വാഗമണ്ണിലാണെന്ന് പറയുന്നു. അങ്ങനെ കള്ളം പറഞ്ഞിരിക്കുന്ന ഒരു മകൻ, അയാൾ തിരിച്ചു വന്ന് ഈ അച്ഛനെ സ്വീകരിക്കുമോ എന്നറിയില്ല. ഏതായാലും ആ വാർത്തയുടെ ഒരു ഇടപെടലിലൂടെ ആ മനുഷ്യനൊരു പുതുജീവൻ ലഭിച്ചിരിക്കുന്നു. ആ വാർത്ത നമ്മൾ സംരക്ഷണം ചെയ്ത ആ വാർത്തയിൽ വലിയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഷൺമുഖൻ പുതുജീവിതത്തിലേക്ക് പോയിരിക്കുന്നു. ആശുപത്രിയിൽ അദ്ദേഹത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയതായിട്ടാണ് തൃപ്പൂണിത്തുറ നഗരസഭ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഷൺമുഖനെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അത്രയും വലിയ ഒരു നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. വേണു, ശ്യാമ, ഈ വീട്ടുടമസ്ഥൻ എന്താണ് ഈ സംഭവത്തെ പറ്റി പറയുന്നത്? പ്രത്യേകിച്ച് ഈ വാടകക്കാരുമായി വാടക തർക്കമുണ്ടായിരുന്നു, വാടക മുടങ്ങി, നിയമ നടപടികളിലേക്ക് അദ്ദേഹം പോയിരുന്നു എന്നൊക്കെ പ്രതികരിക്കുന്നത് കണ്ടിരുന്നു. എന്താണ് ഈ വീട്ടുടമസ്ഥൻ പറയുന്നത്? വേണു, രാവിലെ നമ്മളുമായി സംസാരിച്ചപ്പോൾ വീട്ടുടമസ്ഥൻ വളരെ വ്യക്തമായി പറഞ്ഞു, അദ്ദേഹത്തിന് വാടക കുറേ കിട്ടാനുണ്ടായിരുന്നു, പലതവണ അത് ആവശ്യപ്പെട്ടു, അതിന് കിട്ടിയില്ല, അതിനുശേഷം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ വീട്ടിൽ ഒരു കിടപ്പ് രോഗി ഉള്ളതിനാൽ പിന്നെയും സമയം നീട്ടിക്കൊടുത്തു. അത് ഈ ഷൺമുഖൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ മക്കൾക്ക് ഈ സമയം നീട്ടിക്കൊടുത്തത്. പക്ഷേ ഈ വീട് ഉപേക്ഷിച്ചു പോകുമ്പോൾ അദ്ദേഹത്തോട് പോലും പറയാതെയാണ് അവർ ഇവിടെ നിന്ന് പോയത്. വീടിൻ്റെ താക്കോൽ പോലും കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയി കളയുന്നത്. ഏതായാലും ആ പോയി കളയലിന് ശേഷം നടത്തിയ പരിശോധനയിലാണ് അച്ഛനെ ഇവിടെ ഇട്ടിട്ടാണ് പോയത് എന്നുള്ളത് ആ വീട്ടുടമസ്ഥൻ മനസ്സിലാക്കുന്നത്. തുടർന്നാണ് അയൽവാസികളുമായി എത്തി ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന് കഞ്ഞി കൊടുക്കുന്നത്. ആ സമയത്ത് ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അപ്പോൾ ആശുപത്രിയിലേക്ക് മറ്റും മാറ്റാൻ നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ വീണ്ടും നമ്മൾ ഈ ഷൺമുഖൻ്റെ ദുരിതാവസ്ഥ നമ്മൾ സംരക്ഷണം ചെയ്തതിന് പിന്നാലെ പോലീസ് ഇവിടെ എത്തി, ആരോഗ്യ പ്രവർത്തകർ എത്തി, വൈസ് ചെയർമാൻ എത്തി, തുടർന്ന് നടപടികളുണ്ടായി. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ആ വീട്ടുടമസ്ഥൻ ഈ വീട് പരിശോധിക്കാനായിട്ട് തോന്നിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും അറിയില്ലായിരുന്നു ഈ ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു 70 വയസ്സുകാരൻ, ആരോടും മിണ്ടാനും ഒന്നും കഴിയാത്ത
ചലനശേഷിയില്ലാത്ത ആ മനുഷ്യൻ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഏതായാലും വീട്ടുടമസ്ഥൻ നടത്തിയ പരിശോധനയാണ് ഷൺമുഖൻ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞത്. മകൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് പുറം ലോകത്തെ അറിയിച്ചത്. ഏതായാലും അദ്ദേഹം മുൻപും ഷൺമുഖന് വേണ്ടിയിട്ടാണ് സമയം നീട്ടിക്കൊടുത്തിരുന്നത്. അത് തന്നെ അദ്ദേഹം പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മകൻ ചെയ്ത ക്രൂരത എങ്ങനെ പറയാൻ സാധിക്കും? വീട്ടു സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയ ശേഷം സ്വന്തം അച്ഛനെ മാത്രം ഇട്ടിട്ട് പോകുന്ന ഒരു മകൻ ഏത് രീതിയിലാണ് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുക എന്ന് പോലും വ്യക്തമാകുന്നില്ല. ഏതായാലും നിലവിൽ മകൻ ഉപേക്ഷിച്ച അച്ഛന് പുതുജന്മം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് ആരോഗ്യ പ്രവർത്തകർ എത്തി മാറ്റിയിട്ടുമുണ്ട്. വേണു, ശരി. തൃപ്പൂണിത്തുറ ഏരൂരിൽ മക്കൾ ഉപേക്ഷിച്ച കിടപ്പ് രോഗിയായ വയോധികൻ ഷൺമുഖനെ ആശുപത്രിയിലേക്ക് മാറ്റി. 24 ആണ് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.